हेलो एंड वेलकम बैक। आप सबका एक बार फिर हार्दिक स्वागत है। हम लोग डिस्कस कर रहे थे फर्स्ट सेमेस्टर बीए बीएससी डिग्री एग्जामिनेशन क्वेश्चन पेपर केरला यूनिवर्सिटी का जून 2022, दैट इज़ 2020 एडमिशन ऑनवर्ड्स। कोर्स टाइटल हिंदी कथा साहित्य। पार्ट ए में आपको एक शब्द या एक वाक्य में उत्तर लिखना था। 10 क्वेश्चंस, यू हैव टू आंसर ऑल द 10, 1 मार्क ईच। वो हमने डिस्कस कर लिया। पार्ट 2, 2 मार्क्स क्वेश्चंस, यू हैव टू अटेंड एनी 8 क्वेश्चंस, यू हैड प्लेंटी ऑफ चॉइस, वो भी हमने डिस्कस कर लिया। और दोनों वीडियोस जिन्होंने ना देखा हो कृपया पहले वो देखें। उसके बाद पार्ट 3 की ओर आएँ। पार्ट 3 यानी 4 मार्क्स क्वेश्चंस। अब 4 मार्क क्वेश्चन है तो आपको थोड़ा अच्छी तरह से लिखना है, यानी जो कुछ आपको उसके बारे में पता है, जो कुछ पूछा गया है, थोड़ा विस्तार से लिखना है ना, क्योंकि 4 मार्क्स का है तो इम्प्रेशन बढ़ाना है। तो जो कुछ आपको पता है कहानी के बारे में, आपको पता है, आपने कहानी सुना है, पढ़ा है, बस आपको क्वेश्चन अच्छी तरह समझना है और उसके हिसाब से आंसर करना है। अब നമ്മൾ ഈ 4 മാർക്ക് ക്വസ്റ്റ്യനെ ഡീൽ ചെയ്യുന്നത് ആ രീതിയിലായിരിക്കണം, അല്പം വിസ്തരിച്ച് തന്നെ എഴുതണം, കാരണം ഇറ്റ് ക്യാരീസ് 4 മാർക്സ്. വളരെ വിശാലമായിട്ട് ചോയ്സ് ഉണ്ട് ഈ സെക്ഷനിൽ. ഞാൻ കണ്ട ഒരു പ്രത്യേകത, കോവിഡ് സമയത്ത് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്ത ചോയ്സസ് ആണെന്ന് തോന്നുന്നു. ഈ വർഷവും അത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ യു ആർ വെരി ലക്കി, ബിക്കോസ് പ്ലെൻറ്റി ഓഫ് ചോയ്സ് ഇസ് ദെയർ. പാർട്ട് 2 തന്നെ നമ്മൾ കണ്ടു 16 ക്വസ്റ്റ്യൻ തന്നിട്ട് യു ഹാവ് ടു അറ്റൻഡ് ഓൺലി 8, ദാറ്റ് മീൻസ് 50% ചോയ്സാണ്. അപ്പോൾ ഈവൻ മൊബൈൽ നോവൽ അറിയാൻ വയ്യാത്തൊരു കുട്ടിക്ക് പോലും അത് ഫുൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. 8 എണ്ണം സുഖമായിട്ട് അറ്റൻഡ് ചെയ്യാം. സെയിം വേ ഇവിടെ അത് തന്നെയാണ് കാണുന്നത്. പാർട്ട് 3ലും അതേപോലെ ചോയ്സസ് ആണ് തന്നിരിക്കുന്നത്. ദേ ഹാവ് ഗിവൺ 12 ക്വസ്റ്റ്യൻസ്, യു ഹാവ് ടു ആൻസർ ഓൺലി 6. അതിൽ തന്നെ നമ്മൾ എലിമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മളിപ്പം കഹാനി സരോവറിലെ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്, മൊബൈൽ നമ്മൾ പിന്നീട് എടുക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ പാർട്ട് 3ൽ 12 ക്വസ്റ്റ്യനിൽ 9 ക്വസ്റ്റ്യനും കഹാനി സരോവറിൽ നിന്നാണ്. ഇതേ പാറ്റേൺ യൂണിവേഴ്സിറ്റി നിങ്ങൾക്കും കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവൺ ഈ പാർട്ടിലും കഹാനി സരോവർ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കുട്ടിക്ക് പോലും സുഖമായിട്ടെല്ലാം ആൻസർ ചെയ്യാൻ പറ്റും. ഇവൺ എസ് എ പോർഷനും അതേപോലെ തന്നെയാണ്. എസ് എ പോർഷൻ 6 എസ്സേസ് തന്നിട്ടുണ്ട്. അതിൽ 2 എസ്സേ മാത്രം എഴുതിയാൽ മതി. അതിലും സ്റ്റോറിയിൽ നിന്ന് 3 എസ്സേയും കഹാനി സരോവറിൽ നിന്ന് 3 എസ്സേയും നോവലിൽ നിന്ന് 3. ആ പോർഷനിലും, ദാറ്റ് ഈസ് 15 മാർക്കാണ് എസ്സേ ക്യാരി ചെയ്യുന്നത്, അവിടെയും ഇഷ്ടംപോലെ ചോയ്സ് ഉണ്ട്. കഹാനി സരോവർ മാത്രം അറിയുന്ന കുട്ടിക്ക് പോലും അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. ഉള്ളി പാർട്ട് 1ലാണ് ചോയ്സ് ഇല്ലാതെ കുറച്ച് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് നോവലിൽ നിന്ന് വരുന്നത്. ഞാൻ മൊബൈൽ ടോട്ടലി അവോയ്ഡ് ചെയ്യാനല്ല പറയുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും യു ആർ ഇൻ ദ സേഫർ സൈഡ്, പ്രൊവൈഡഡ് യൂണിവേഴ്സിറ്റി ഇതേ പാറ്റേൺ കീപ്പ് ചെയ്യുകയാണെങ്കിൽ, ഇത്രയും തന്നെ ചോയ്സസ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ കഹാനി സരോവർ ആസ്വദിച്ച് പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ച് ആരും മൊബൈൽ അവോയ്ഡ് ചെയ്യണ്ട, ഞാനൊരു പ്ലാൻ ബി പറഞ്ഞെന്നേ ഉള്ളൂ. സോ വി വിൽ മൂവ് ഓൺ ടു ദ ക്വസ്റ്റ്യൻസ്. किन्हीं 6 प्रश्नों के उत्तर करीब 120 शब्दों में लिखी. ഇതിൽ 30th क्वेश्चन कहानी सरोवरिലാണ്. अमरूद का पेड़ लेखक के जीवन का अभिन्न अंग कैसे बन गया? क्वेश्चन മനസ്സിലാക്കുക. അമ്രൂദ് കാ പേഡ്, ആ ഒരു പേരച്ചെടി ആ ലേഖകൻ്റെ ലൈഫിലെ ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു അംഗമായി മാറി. അഭിन्न അംഗ് മീൻസ് ജിസെ ഭിന്ന നഹി കിയാ ജാ സക്ത, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആ പേരച്ചെടിയോടൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ലേഖകന് ഉണ്ടായി. कैसे? अमरूद का पेड़ काफ़ी प्रतिकूल परिस्थितियों को झेल कर बड़ा होने लगा. പ്രതികൂൽ പരിസ്ഥിതി, അനുകൂലിൻ്റെ ഓപ്പോസിറ്റ് പ്രതികൂൽ. പ്രതികൂൽ മീൻസ് വളരെ വിപരീതമായ സിറ്റുവേഷൻസിനെ ഫേസ് ചെയ്താണ് അമ്രൂദ് കാ പേട് വളർന്ന് വലുതായത്. കാരണം അത് വളർന്ന് വന്നപ്പം തന്നെ പലരും അതിനെ അപശകുനമാണ്, എന്നുവെച്ചാൽ വീടിൻ്റെ ഇങ്ങനെ ഇന്ന ഡയറക്ഷനിൽ മുറ്റത്ത് അമ്രൂദ് കാ പേട് ഉണ്ടെങ്കിൽ അത് ദുശകുനമാണെന്ന് ഒരുപാട് പേര് പറഞ്ഞു. कईयों द्वारा काटे जाने की सलाह दिए जाने पर भी
उसे काटा नहीं गया। कईयों ने सलाह दी. ഫ്രീ ആയിട്ട് ഉപദേശം ഒരുപാട് പേര് തരുമല്ലോ, സജഷൻസ് ഫ്രീ ആണല്ലോ. സമൂഹത്തിൽ ഒരുപാട് പേര് സജഷൻസ് തന്നു ഇത് വെട്ടിമാറ്റാൻ. ആധുനിക് സോച്ച് വിചാർ रखने वाले लेखक को इस कारण अमरूद के पेड़ के प्रति काफ़ी लगाव होने लगा. അപ്പോൾ ആധുനിക് സോച്ച് थी ലേഖക് की. ഈ ഒരു അന്ധവിശ്വാസത്തിലൊന്നും അദ്ദേഹം വിശ്വസിച്ചിരുന്നില്ല. ഉൻകി സോച്ച് വിചാർ ആധുനിക് थी. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ ചെടി വെട്ടില്ല എന്നുള്ളൊരു ധാരണ ലേഖകൻ്റെ മനസ്സിൽ ആദ്യമേ ഉണ്ടായിരുന്നു. उन्हें इस बात में खुशी थी कि अपशकुनी विश्वासों की जहरीली छाया उनके कोमल मीठे अमरूद तरू पर नहीं पड़ी. അതിങ്ങനെ വളർന്ന് പന്തലിച്ച് വരുന്ന അനുസരിച്ച് ലേഖകന് തോന്നിയായിരുന്നു എൻ്റെ കുടുംബം ഈ രീതിയിലുള്ള അന്ധവിശ്വാസങ്ങളിലൊന്നും വിശ്വസിക്കാത്തവരാണ്. അന്ധവിശ്വാസങ്ങളുടെ അപശകുനി ഛായ, അപശകുനം വിഷം, ജഹരീല ഛായ, വിഷം നിറഞ്ഞ ആ ഒരു അന്ധവിശ്വാസത്തിൻ്റെ ഒരു തണൽ എൻ്റെ കുടുംബത്തിൻ്റെ മേൽ, എൻ്റെ കുടുംബാംഗങ്ങളെയും കീഴ്പ്പെടുത്താൻ പറ്റിയില്ലല്ലോ. അതിനെതിരെയാണല്ലോ എൻ്റെ മുറ്റത്ത് ഇന്നും ഈ ചെടി പന്തലിച്ച് വളരുന്നത്. അങ്ങനെ ഒരു തോന്നൽ ലേഖകന് ഉണ്ടായിരുന്നു. वैसे भी अमरूद फल फूल रहा था और मीठे मीठे अमरूद सबको प्रभावित कर रही थी. എന്ന് മാത്രമല്ല, വളരെ നല്ല പോലെ ഈ പേരച്ചെടി വളർന്ന് പന്തലിക്കുകയും നല്ല മധുരമുള്ള പേരയ്ക്ക നൽകുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ എല്ലാവർക്കും അതിനോടൊരു കൂടുതൽ അട്രാക്ഷൻ തോന്നിത്തുടങ്ങി. ബച്ചോനെ ഫൂർത്തി സെ പേട് പർ ചടന ഉസി പർ സീഖ. കൊച്ചുകുട്ടികൾക്ക് അതിൽ കയറാൻ എളുപ്പമാണ്. നമുക്കറിയാം പേരച്ചെടി നല്ല പാകമായ പേരച്ചെടി വീട്ടിലുള്ളവർക്കറിയാം, നല്ല സ്ട്രോങ് ആണ് അതിൻ്റെ കമ്പ്, പേരക്കമ്പ്. അപ്പോൾ അത് വളരെ പൊക്കത്തിലും പോവില്ല, കുട്ടികൾക്ക് കയറാൻ പാകത്തിനാണ്. അപ്പോൾ കുട്ടികൾ ആ മരത്തിലാണെല്ലാം കയറി പഠിച്ചത്. റോസ് സുബ തോത്തേക്ക് പിഞ്ചറേക്കോ ഉസ്കി ടെഹനിയോമേ ടാങ് ദിയാ ജാത്ത. അതുപോലെ ഒരു തത്ത ഉണ്ടായിരുന്നു ഇവർക്ക്. ആ തത്തക്കൂട് രാവിലെ ആ പേരച്ചെടിയുടെ ബ്രാഞ്ചസിൽ തൂക്കും. ഉസ് പർ ബച്ചോനെ झूला भी डाल दिया. अमरूद की पत्तियों का उपयोग सूरन बनाने के लिए किया जाता. പേരയുടെ ഇല കൊണ്ട് അവർ സൂരൻ എന്ന് പറഞ്ഞൊരു സാധനവും ഉണ്ടാക്കുമായിരുന്നു. अमरूद की छाया में कुर्सियाँ डालकर परिवार के सभी सदस्य बैठ जाते और बातचीत का सिलसिला शुरू हो जाता. എന്ന് മാത്രമല്ല, അതിൻ്റെ ആ ഒരു ഷെയ്ഡിൽ വീട്ടിലെല്ലാവരും, മൂത്ത ചേട്ടനും ഇളയ അനിയനും എല്ലാവരും കൂടെ ഒത്തുകൂടുന്ന ഒരു കോമൺ പ്ലേസ് ആയിട്ട് മാറി. എല്ലാവരുടെയും വീടുകളിൽ ഇങ്ങനെ കാണുമല്ലോ ഒരു ഫേവറേറ്റ് പ്ലേസ്, ഏതെങ്കിലും ഒരു കോർണർ. അത് ബാൽക്കണി ആകാം, വീടിൻ്റെ പിന്നാമ്പുറം ആകാം, ഏതെങ്കിലും മരത്തണലാകാം. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരും കഥ പറയാനും പരസ്പരം വാക്തർക്കത്തിലേർപ്പെടാനും എല്ലാം ഈ പേരച്ചെടിയുടെ കീഴിലാണ് അസംബിൾ ചെയ്തിരുന്നത്. अमरूद की छाँव में बैठकर हंसी मजाक और चर्चाएं करते वक्त एक खास दोस्ताना माहौल बन जाता था. എന്തെന്നറിയില്ല, ആ ഒരു പേരച്ചെടിയുടെ താഴെ ഇരുന്ന് ഞങ്ങളെല്ലാവരും കഥ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയും തർക്കിക്കുകയും ഓരോ കാര്യങ്ങളൊക്കെ വാഗ്വാദങ്ങൾ ഏർപ്പെടുകയൊക്കെ ചെയ്യുമ്പം ഞങ്ങൾ തമ്മിലൊരു ദോസ്താന മാഹോൽ, അത് ആ ചെടിയുടെ ഒരു പ്രഭാവമാണോ ഒരു പോസിറ്റീവ് എനർജിയാണോ എന്നറിയില്ല, ഞങ്ങൾ തമ്മിലൊരു വളരെ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ ആ ഒരു അന്തരീക്ഷം സഹായിച്ചിരുന്നു. ഇസ് പ്രകാർ അമറൂദ് കാ പേട് ഉൻകെ ജീവൻ കാ अभिन्न अंग बनता गया. वह परिवार का एक खूबसूरत अंग बनता गया. सबसे अहम बात यह थी कि अमरूद का पेड़ उन लोगों के बीच अपशकुन के आरोपों को नष्ट करता हुआ आगे बढ़ता गया. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അപശകുനം എന്നുള്ള ആ ഒരു അന്ധവിശ്വാസം, അതിനെ കീഴ്പ്പെടുത്തിയിട്ടാണ് ഈ ചെടി ദിനം പ്രതി ഇങ്ങനെ വളർന്ന് പന്തലിച്ചുകൊണ്ട് ഇരുന്നത്. അതുകൊണ്ട് തന്നെ അമറൂദ് കാ പേട് ലേഖക് के जीवन का एक अभिन्न अंग बन गया. ओके, सो नेक्स्ट 31st क्वेश्चन इज फ्रॉम सदगति, दैट इज फ्रॉम कहानी सरोवर. दुखी चमार के अंतिम क्षणों का वर्णन कीजिए. अब दुखी चमार के अंतिम क्षण आपको पता है, काफ़ी ट्रैजिक था उसका अंतिम क्षण. कथा सम्राट प्रेमचंद जी की कहानी सदगति में दुखी चमार की ज़िंदगी की दुर्गति का चित्रण किया गया है. कहानी का नाम सद्गति है. സദ്ഗതി ഹിന്ദു ഫിലോസഫിയിൽ ജീവിതകാലം മുഴുവനും നല്ല കർമ്മങ്ങൾ ചെയ്യും, താക്കി
മൃത്യു കെ ബാദ് അച്ഛി ഗതി മിലെ, ആത്മാവ് അവിടെ ഇവിടെ അലഞ്ഞിരിഞ്ഞ് അടക്കാതെ നല്ല ഗതി കിട്ടാൻ, നല്ല ജന്മം കിട്ടാൻ, അങ്ങനെ ഒരു ചിന്താഗതിയുണ്ട്. പക്ഷേ യഹാ ദുഃഖി ചമാർ की क्या हुई, दुर्गति हुई, जीवन काल में भी और मृत्यु के बाद भी. दुखी अपनी बेटी की सगाई करवाने की खुशी में था, जैसे हर पिता होता है. തൻ്റെ മകളുടെ ഒരു കല്യാണ വിവാഹത്തിൻ്റെ ഒരു നിശ്ചയത്തിൻ്റെ ഒരു തീയതി കുറിക്കാനാണ് അദ്ദേഹം പോയത്. അപ്പോൾ എല്ലാ അച്ഛനെയും പോലെ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. പാവപ്പെട്ടവനാണെങ്കിലും ദുഃഖി ഒരു അച്ഛനായിരുന്നു. തൻ്റെ മകളുടെ ഭാവിയെ ഓർത്ത് വളരെ എക്സൈറ്റഡ് ആയിരുന്നു. पंडित जी के हाथों गांव वालों की गति निश्चित रहती है, क्योंकि सगाई का मुहूर्त तो आखिर उनसे ही निकलवाया जा सकता है. അപ്പോൾ ഗ്രാമത്തിലെ ആൾക്കാർക്കെല്ലാം പണ്ഡിറ്റ്ജി വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. കാരണം അദ്ദേഹം കുറിക്കുന്ന മുഹൂർത്തമാണ് പലരുടെയും ജീവിതത്തിലെ ഭാവി നിശ്ചയിക്കുന്നത്. അങ്ങനെയായിരുന്നു അവരുടെ വിശ്വാസം. इसी की पूर्ति के लिए दुखी सुबह सुबह पंडित घासीराम के घर की ओर निकल पड़ता है. एक पिता के नाते वह काफ़ी उमंग लेकर पंडित के घर पहुंचता है. ഈ ഒരു ആഗ്രഹം, ഈ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് രാവിലെ തന്നെ ഭക്ഷണം പോലും കഴിക്കാതെ, കാരണം പണ്ഡിത്ത് എവിടെയെങ്കിലും അങ്ങ് ഇറങ്ങി ഏതെങ്കിലും ആവശ്യത്തിന് പോയി കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് അതിരാവിലെ ആ ദിവസത്തെ ആദ്യത്തെ ദൗത്യം പണ്ഡിത്തിനെ കാണുക, തൻ്റെ മകൾക്കൊരു മുഹൂർത്തം കുറിക്കുക എന്നുള്ളൊരു ദൗത്യത്തിലാണ് അദ്ദേഹം ഇറങ്ങിത്തിരിച്ചത്. लेकिन उसने कभी न सोचा था कि वह अपनी बेटी का सगाई नहीं करवा पाएगा और वो दिन उसकी ज़िंदगी का आखिरी दिन होगा. ഇറങ്ങി തിരിച്ചപ്പോൾ ഒരിക്കലും അദ്ദേഹം പ്രതീക്ഷിച്ചില്ല അത് അയാളുടെ അവസാനത്തെ ദിവസമായിരുന്നു. दुखी के जीवन का अंतिम क्षण काफ़ी दर्दनाक रहा. शारीरिक रूप से दुर्बल रहने पर भी पंडित द्वारा बताया गया काम करता गया. शारीरिक रूप से वो काफ़ी दुर्बल था. അയാളൊരു കർഷകനായിരുന്നു, ഒരു പാവപ്പെട്ട കർഷകനായിരുന്നു. അയാൾ ദുർബലായിരുന്നെങ്കിലും അയാൾ പണ്ഡിത്ത് പറഞ്ഞ എല്ലാ ജോലിയും ചെയ്തു. ഉസേ ലഗാ ഉസ്കി ബേട്ടി കാ ഭവിഷ്യ ആഖിർ പണ്ഡിറ്റ് ജി കെ ഹാത്തോ മേ ഹി തോ ഹേ. അതാണ് തൻ്റെ മകളോടുള്ള സ്നേഹം, തൻ്റെ ആരോഗ്യാവസ്ഥയെക്കാളും തൻ്റെ മകളോടുള്ള ഒരു കരുതൽ, അതായിരുന്നു ആ ജോലിയെല്ലാം ചെയ്യാൻ അയാളെ പ്രേരിപ്പിച്ചത്. വൈസേ ഭി ദുഃഖി ജൈസാ അൻപഡ് ഗരീബ് ഓർ കർത്താ ഭി ക്യാ. അല്ലേ തന്നെ ദുഃഖിയെ പോലെ ഒരു അൻപഡ് ഗരീബ് എന്ത് ചെയ്യാനാണ്? കാരണം അയാൾക്ക് വിദ്യാഭ്യാസമില്ല. അയാൾ ഈ പണ്ഡിത്തിനെ തന്നെയാണ് ഈശ്വരനായിട്ട് കരുതിയിരുന്നത്. ഭൂഖ് ഓർ പ്യാസ് സെ ബേഹാൽ ദുഃഖി ലക്കടി ചീർത്താ ഗയാ. चिलम पीने की आशा में तनिक आग मांगने गया तो पंडिताइन ने लापरवाही से आग उस पर फेंक दी और उसे अपमानित किया. उसे चिलम पीने का मन हुआ तो थोड़ा आग के लिए वो गया. तो पंडिताइन ने क्या किया, ആ അല്പം തീ ഉള്ളതിങ്ങനെ എറിഞ്ഞാണ് കൊടുത്തത്. അയാളുടെ തലയിൽ വരെ കൊണ്ടു. അത്രയ്ക്ക് ഇൻസൾട്ടഡ് ആയി അയാൾ. दुखी पंडित को देने के लिए सभी सामग्री का इंतज़ाम करके आया था. ऊपर से नजराने के लिए आते वक्त घास की गठरी भी लाया था. എന്ന് മാത്രമല്ല, കാഴ്ചയ്ക്കായിട്ട് വീട്ടിൽ ഈ പണ്ഡിത്ത് വന്നാൽ അയാൾക്ക് കൊടുക്കേണ്ട സാമഗ്രികളെല്ലാം അയാൾ ഒരുക്കി വെച്ചിട്ടാണ് വന്നത്. ഭാര്യയോട് പറഞ്ഞേൽപ്പിച്ചിട്ടാണ് വന്നത്. മാത്രമല്ല, വെറും കൈയോടെ എങ്ങനെയാണ് പണ്ഡിത്തിനെ വന്ന് കാണുന്നത്? അങ്ങനെ ഘാസ് की गठरी भी लेकर आया. लेकिन लोभी पंडित ने उससे मुफ्त में दिन भर काम करवाया और लकड़ी चीरते चीरते दुखी गिर पड़ा. പക്ഷേ ഈ പണ്ഡിത്ത് വളരെ ലോഭിയായിരുന്നു. ലോഭി മീൻസ് വളരെ അത്യാഗ്രഹി, എത്ര കിട്ടിയാലും മതി വരാത്ത. അപ്പോൾ ഫ്രീക്ക് ഒരാളിനെ കിട്ടിയപ്പം മാക്സിമം ചൂഷണം ചെയ്ത്. और दुखी लकड़ी चीरते चीरते गिर पड़ा. उसकी लाश आवारों की लाश की तरह रात भर पड़ी रही. ഇപ്പോൾ ഗ്രാമവാസികളെല്ലാം തീരുമാനമെടുത്തു ഈ ബോഡി ഇവിടുന്ന് മാറ്റത്തില്ല എന്ന്, ഒരു പ്രതിഷേധം എന്നോണം. അങ്ങനെ ആരോരുമില്ലാത്ത ആവാര, അങ്ങനത്തെ രീതിയിൽ ആ ബോഡി അവിടെ കിടന്നു. ഉസ്മേ സെ ദുർഗന്ധ് ഉഠ്നെ ലഗി और अंत में तंग आकर स्वयं पंडित घासीराम ने रस्सी से खींचकर उसे ठिकाना लगाया. അപ്പം നമ്മുടെ എല്ലാ മതാചാരങ്ങളിലും ആക്ച്വലി സന്ധ്യയ്ക്ക് മുമ്പ് ബോഡി മറവ് ചെയ്യണം, അല്ലെ ദഹിപ്പിക്കണം, അല്ലെ അടക്കണം, അങ്ങനൊരു ഇതുണ്ട്, കോൺസെപ്റ്റ് ഉണ്ട്. ഇപ്പോഴല്ലേ ഈ മോർച്ചറിയിലൊക്കെ ദിനംതോറും വെച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ലായിരുന്നു, നമ്മൾ സന്ധ്യ ആവുന്നതിന് മുമ്പ് അത് ചെയ്തിരിക്കണമെന്നാണ്. പക്ഷേ ഇവിടെ അതിങ്ങനെ ഇത് 1930s നടന്ന സംഭവമാണ്. ആ സമയത്ത് ഇത് ഇങ്ങനെ പണ്ഡിത്തിൻ്റെ ആ ആങ്കലിൽ തന്നെ ഇതിങ്ങനെ കിടന്നു ബോഡി.
അതിൽ കൂടെ ദുർഗന്ധം വന്നു തുടങ്ങി. तंग आकर स्वयं पंडित घासीराम ने रस्सी से खींच कर उसे ठिकाना लगा. ഇതുപോലെ വലിച്ചിഴച്ച് നമ്മൾ മൃഗങ്ങളുടെ ശവമൊക്കെ വലിച്ചിഴയ്ക്കുന്ന പോലെ ഇതുപോലെ വലിച്ചിഴച്ചാണ് അയാളുടെ ബോഡി കൊണ്ട് തുറസായ സ്ഥലത്ത് കൊണ്ടങ്ങ് ഇട്ടത്. അപ്പോൾ ഇതൊരു ദുർഗതി, ഒരു സദ്ഗതിയുടെ കഥയുടെ പേര് സദ്ഗതിയാണെങ്കിലും ദുഃഖി കാ അന്തിം ക്ഷൺ ഏകദം दुर्गति था, ट्रेजेडी आയിരുന്നു. मूविंग ऑन टू नेक्स्ट क्वेश्चन. माँ रसोई में रहती है कहानी में माँ का वर्णन कीजिए. अनदर ब्यूटीफुल टचिंग സ്റ്റോറി. മാ റസോയി മേ രഹത്തി ഹെ. ഇൻഫാക്റ്റ് നിങ്ങളെപ്പോലെ ചെറിയ കുട്ടികൾക്ക് ഒരു പക്ഷേ ഈ സ്റ്റോറി അല്പം ഡ്രാഗിങ് ആയിട്ടൊരു നമ്മൾ ആർട്ട് ഫിലിം കാണുന്ന പോലൊക്കെ തോന്നുമായിരിക്കും. പക്ഷേ സ്ത്രീകൾക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്റ്റോറിയാണ്. അമ്മമാരുടെ ലൈഫ് ശ്രദ്ധിക്കുന്നവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയൊരു കഥയാണ്. കുമാർ അംബുജ് കി കഹാനി മാ റസോയി മേ രഹത്തി ഹെ. ഇതും ഒരു ടെക്നീക്കാണ്. നമ്മൾ എക്സാമിനറിനെ ഇംപ്രസ് ചെയ്യാൻ നമുക്ക് ആ ഓതറിൻ്റെ പേര് അറിയാവുന്ന സ്ഥിതിക്ക് നമ്മൾ എപ്പോഴും അതൊന്ന് ഹൈലൈറ്റ് ചെയ്യണം. so that the examiner will have an impression, okay, this child knows at least who the author is. okay. कुमार अम्बुज की कहानी माँ रसोई में रहती है एक काफ़ी भावुक कहानी है. भावुक यानी काफ़ी इमोशनल, जिसमें एक ऐसी माँ के जीवन से हमें रूबरू कराया है जो जीवन भर अपने घर के 4 दीवारों के बीच रहने के लिए ബാധ്യ होती है. एक ऐसे माँ के जीवन से रूबरू कराया है. रूबरू कराനാ നമ്മളെ തുറന്ന് കാണിക്കുക, ഒരു നമ്മളെ ഫേസ് ടു ഫേസ് കൊണ്ടുവരിക. എങ്ങനത്തെ ഒരു അമ്മ ലൈഫ് ലോങ് വീട്ടിൽ തന്നെ, വേറെ എങ്ങും പോകാതെ, ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുന്നില്ല, മാർക്കറ്റിൽ പോകുന്നില്ല, പുറം ലോകം കാണുന്നില്ല, സ്വന്തം വീട്ടിൽ തന്നെ നിൽക്കാൻ ബാധ്യസ്ഥയായ ഒരു അമ്മയുടെ കഥ. समाज जाने अनजाने अनेक पाबंदियाँ उस पर लागू करती है, जिसके फलस्वरूप वह अपनी रसोई को ही अपना दायरा समझ बैठती है. സമൂഹം അറിഞ്ഞോ അറിയാതെയോ പല റെസ്ട്രിക്ഷൻസും വെക്കും. അപ്പോൾ വെളിയിൽ പോകാതെ തൻ്റെ ആവശ്യങ്ങൾ സപ്രസ് ചെയ്ത് ഇതുപോലെ ഒരുപാട് സ്ത്രീകളുണ്ട് നമ്മുടെ നാട്ടിൽ, നമ്മുടെ ചുറ്റുവറ്റത്ത്. നമ്മളൊന്ന് നോക്കിയാൽ അറിയാം. അവരവരുടെ ആഗ്രഹങ്ങൾ, സ്വന്തം വീട്ടിൽ പോകാൻ പറ്റാത്ത സ്ത്രീകൾ കാണും, തൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ പറ്റാത്ത സ്ത്രീകൾ കാണും. തിരിച്ച് ഇങ്ങോട്ടും അതേപോലെ അങ്ങോട്ട് പോകാത്തപ്പോൾ ഇങ്ങോട്ടും വരവും ഒക്കെ കുറവായിരിക്കും. അപ്പോൾ ഈ സ്ത്രീ ഒരുപാട് സ്ത്രീകളുടെ ഒരു പ്രതിനിധിയായിട്ടാണ് ഈ കഥയിൽ കാണേണ്ടത്. വോ രസോയിക്കോ അപ്ന ദായറ സമജ് ബാഠ്തി ഹെ. അടുക്കളയാണ് എൻ്റെ ലിമിറ്റ് എന്ന് ആ സ്ത്രീ അങ്ങ് ചിന്തിക്കുകയാണ്. ഉസ്മേ ഖുലേ ഗഗൻ മേ വിചർനെ കി ചാഹ് ഭലേ ഹി ഹോ, ലേക്കിൻ സമാജ് സെ പ്രതിരോധ് കർണ ഉസ്കെ ബസ് കി ബാത് നഹി. ഖുലേ ഗഗൻ മേ വിചർന, തുറന്ന ആകാശത്തിൽ പറക്കാൻ അവർക്കൊരു പക്ഷേ ആഗ്രഹം കണ്ടിരിക്കാം. പക്ഷേ സമാജ് സെ പ്രതിരോധ് കർണ ഉസ്കെ ബസ് കി ബാത് നഹി. സമൂഹത്തിനെ എതിർത്തിട്ട്, വീട്ടിലെ പുരുഷന്മാരെ എതിർത്തിട്ട്, അല്ലെ മുതിർന്നവരെ എതിർത്തിട്ട് വെളിയിൽ പോകാനുള്ള ധൈര്യം ആ സ്ത്രീക്ക് ഇല്ല. വഹ ധീരെ ധീരെ അപ്നി പരിസ്ഥിതിയോं से तादात्म्य स्थापित करती है और बाहरी दुनिया को निहारने का एकमात्र जरिया उसकी खिड़की थी. वो धीरे धीरे താതാത്മ്യം സ്ഥാപിത് करती है. തൻ്റെ ലൈഫിനോട് അവരങ്ങ് താതാത്മ്യം പ്രാപിച്ചു. അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു അവരുടെ ലൈഫ് ഇതാണ്, ഈ അടുക്കളയാണ് അവരുടെ ജീവിതം. എന്നിട്ട് ആ അടുക്കളയിൽ ഒരു ജനലുണ്ട്, ജനലിൽ കൂടി ഇങ്ങനെ മണിക്കൂറുകളോളം ആകാശം നിരീക്ഷിക്കൊണ്ടിരിക്കും. ഈ മകൻ ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പല ദിവസവും രാത്രിയിൽ ലൈറ്റ് പോലും ഇടാതെ ഈ ജനലിൽ കൂടി ഇങ്ങനെ ഒരു പുറം ലോകമായിട്ട് കണക്ട് ചെയ്യുന്ന ഏക മാധ്യമം ആ വിൻഡോ. അതുപോലെ വിൻഡോ ഒരു മെറ്റാഫറാണ്. അങ്ങനെ ഇവർ ആ ജനലിൽ കൂടെ നോക്കിക്കൊണ്ട് ഇരിക്കുമായിരുന്നു. वह अपनी ज़िंदगी का अधिकतर समय रसोई में ही बिताती है. यहाँ तक कि रात में भी समय असमय वह वहीं पाई जाती है. ഈ കുട്ടി മകൻ അമ്മയെ ശ്രദ്ധിച്ചു തുടങ്ങിയപ്പം തൊട്ട് ചിലപ്പം 12 മണിക്ക് 1 മണിക്ക് എല്ലാം അമ്മ അടുക്കളയിൽ കാണും. എന്തെങ്കിലും കടല കുതിർക്കാൻ മറന്നുപോയോ, അല്ലെ തൈര് ഒഴിക്കാൻ വന്നതാണെന്നോ, അല്ലെ ഒന്നുമില്ലെങ്കിൽ പാലിൻ്റെ കണക്ക് കലണ്ടറിൽ എഴുതുന്നതായിട്ട് കാണാം അടുക്കളയിലുള്ള. അപ്പോൾ എപ്പോഴും പല സമയത്തും അസമയത്തും അമ്മ എവിടെയാണ്? അടുക്കളയിലാണ്. अपनी सहेलियों एवं रिश्तेदारों के आगमन पर उन्हें भी रसोई में ही बिठाती है. അവരുടെ റിലേറ്റീവ്സ് വരുമ്പോഴും അമ്മയുടെ കൂട്ടുകാരികൾ അഥവാ വന്നാൽ തന്നെയും കിച്ചണിലാണ് ഇരുത്തുന്നത്.
यह सब यही सूचित करती है कि जिस तरह मुख्यधारा समाज से स्त्री कटी कटी रहती है, उसी प्रकार अपने ही घर की मुख्य जगहों से वह कटी कटी रहती है. മെയിൻ സ്ട്രീം സൊസൈറ്റിയിൽ നിന്ന് എങ്ങനെ സ്ത്രീ അകറ്റപ്പെടുന്നു, അതേപോലെ തൻ്റെ വീട്ടിൽ പോലും തൻ്റെ വീട്ടിലെ ഡ്രോയിങ് റൂമിൽ അവർ അധികം ഇരിക്കാറില്ല. അതും അവർക്ക് റെസ്ട്രിക്റ്റഡ് പോലെയാണ്, ഒരു പറയാതെ പറഞ്ഞ ഒരു നിയമം പോലെയാണ്. അവർക്ക് അണ്ടർസ്റ്റുഡാണ്. അവർ തൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ അഥവാ റിലേറ്റീവ്സ് വരുമ്പം ഡ്രോയിങ് റൂമിലിരുന്ന് പുരുഷന്മാർ കഥ പറയുന്ന പോലെ ഇരുന്ന് പറയാൻ അവർക്ക് അവകാശമില്ല എന്നൊരു തോന്നൽ അവർക്ക് തന്നെ ഉണ്ടാവുന്നു. അതുകൊണ്ട് അവരെയും അവർ കിച്ചണിലാണ് എൻ്റർടൈൻ ചെയ്യുന്നത്. यद्यपि प्रत्यक्ष रूप से घर के आंगन में बैठने के लिए उसे मनाही तो नहीं है, लेकिन वो जानती है कि वहाँ उसका बैठना पुरुष समाज के लिए मान्य भी नहीं है. പ്രത്യക്ഷമായിട്ട് നിങ്ങളിവിടെ ഇരിക്കാൻ പാടില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല, പക്ഷേ ഷീ നോസ്. आधुनिक विचारों एवं सोच वाला उसका बेटा उसे मुख्य धारा में लाने की कोशिश करता है, लेकिन तब तक माँ की सोच उस सीमा तक पहुँच गई थी जहाँ से अलग हटकर सोचना उसके लिए मुमकिन न था. അപ്പം മകൻ മോഡേൺ ചിന്താഗതിയുള്ള വ്യക്തിയായിരുന്നു. മകൻ പല പ്രാവശ്യവും പറയും, ഇപ്പോൾ സ്ത്രീകൾ എന്തൊക്കെയാണ് ചെയ്യാത്തത്, അമ്മ എന്തിനാണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത്. പക്ഷേ ആ സമയത്ത് മകൻ ഈ പ്രായം ആയപ്പോഴത്തേക്കിന് അമ്മയുടെ പ്രായം, അമ്മയുടെ അനുഭവം വെച്ച് അമ്മ ആ ഒരു വീടിൻ്റെ ലിമിറ്റ് വിട്ട് വരാനുള്ള ഒരു ധൈര്യം നഷ്ടപ്പെട്ടിരുന്നു. माँ के ये वाक्य काफ़ी अर्थपूर्ण रहे. सबको सब मिलकर बनाते हैं, बेटियाँ भी इसी तरह बन जाती है. അപ്പോൾ ഈ മകൻ ഒരു ചോദ്യം ചോദിക്കും, അമ്മയ്ക്കൊരു മകളുണ്ടായിരുന്നെങ്കിൽ ഇതേപോലെ ആയിരുന്നു അമ്മ വളർത്തുന്നത്. അപ്പോഴാണ് അമ്മ പറയുന്നത്, എല്ലാവരും ചേർന്നിട്ടാണ് എല്ലാവരെയും ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഈ സമൂഹമാണ്, പെൺകുട്ടി എങ്ങനെ വളരണം, ആൺകുട്ടി എങ്ങനെ വളരണം. പെൺകുട്ടിക്ക് ഒരുപാട് അരുതുകളുണ്ട്, അത് ഈ സമൂഹം കൽപ്പിക്കുന്നതാണ്. ബേട്ടിയാ ഭി ഇസി തറ ബൻ ജാത്തി ഹെ. അപ്പോൾ ഇത് പറയുമ്പം വഹ ഖുഷ് ഥി യാ ഉദാസ് യാ നാരാസ് കുച്ച് പതാ നഹി. അമ്മയുടെ ആ ഭാവം കണ്ടാൽ നമുക്ക് അമ്മയ്ക്ക് ആക്ച്വലി ഹാപ്പിയാണോ സാഡാണോ അതെന്താണെന്നൊരു വികാരം അമ്മയ്ക്ക് മനസ്സിലാവത്തില്ല. ഈ ഒരു വികാരമാണ് പൊതുവേ അമ്മമാർക്ക് പഴയ ജനറേഷനിൽ പ്രത്യേകിച്ചും എല്ലാ അമ്മമാരുടെയും മുഖത്ത്. അവർ ഒരുപാട് സാക്രിഫൈസ്, അവരുടെ പേഴ്സണൽ സാക്രിഫൈസ് ചെയ്യുമ്പോഴും അവർ ഹാപ്പിയാണെന്നാണ് വെളിയിൽ നിന്ന് കാണിക്കുന്നത്. പക്ഷേ നാച്ചുറലി അവർ ഉള്ളിൽ നിന്ന് വളരെ സാഡായിരിക്കും. 33rd ക്വസ്റ്റ്യൻ, ഡോമിൻ കാക്കി കഹാനി കാ ഭാവ് ലിഖേ. ഇത് ഒരുപാട് പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത ഡോമിൻ കാക്കി ഒരു വളരെ സിമ്പിൾ സ്റ്റോറിയാണ്. डोमिन काकी चित्रा मुदगुल जी की एक लघु कथा है जो हमारे भारतीय समाज में व्याप्त जातिगत भेदभाव में प्रचलित छुआछूत नामक कुप्रथा पर पर्दाफाश करती है. ഇതാണ് കീവേഡ്സ് മറക്കല്ല്. छुआछूत അൺടച്ചബിലിറ്റി, ജാതിഗത് ഭേദ്ഭാവ് നമ്മുടെ ജാതി വ്യവസ്ഥയിലുള്ള ഈ ഒരു ഭേദ്ഭാവ്, ആ ഒരു കുപ്രഥ, ആ ഒരു ചീത്ത ഒരു ആചാരം, അതിനെ पर्दाफाश करती है. पर्दाफाश करना തുറന്നു കാട്ടുക. समाज की तथाकथित ऊंची जाति के कहे जाने वाले लोग नीची जाति के लोगों को छू लेना पाप समझते हैं. സമൂഹത്തിലെ ഈ ഹൈ കാസ്റ്റ്, സോ കോൾഡ് ഹൈ കാസ്റ്റ് ആൾക്കാർ താന്ന ജാതിയിലെ ആൾക്കാരെ തൊടുന്നത് പോലും പാപമാണെന്നാണ് വരുന്നത്. इसी मुद्दे को लेखिका ने इस कहानी में उठाया है. डोमिन काकी कहानी में अभिव्यक्त जातिगत भेदभाव ഭാരതീയ സമാജ് കി കേന്ദ്രീയ സച്ചായി है. നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയുടെ ഒരു നഗ്നമായ സത്യമാണ് ഈ ജാതി വ്യവസ്ഥ. हमारा समाज हमेशा जाति के आधार पर ही सोचता और जीता है. डोमिन काकी में इसी जातिवाद की समस्या के एक प्रमुख पहलू को उठाया गया है. ഈ ഡോമിൻ കാക്കി ചാപ്റ്റർ വളരെ സിമ്പിളാണ്. നിങ്ങൾ ഡോമിൻ കാക്കിയുടെ ആൻസർ നിങ്ങളുടെ ഈ 6 ചാപ്റ്റേഴ്സിലും നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. കാരണം ഇതിൽ നിന്ന് പ്രത്യേകിച്ച് വേറെ ചോദിക്കാനൊന്നുമില്ല. ഈ ഒരു ജാതി വ്യവസ്ഥയുടെ ബേസ് ചെയ്തുള്ള ചോദ്യങ്ങളായിരിക്കും തിരിച്ചും മറിച്ചും വരുന്നത്. नीच जाति के समझे जाने वाले लोगों से उच्च जाति के लोग अपने घर का सारा काम तो करवा डालेंगे, लेकिन उन्हें छूने मात्र से मानो उनका धर्म ही भ्रष्ट हो जाता है. उच्च जाति के बुजुर्ग अगली पीढ़ी के बच्चों को भी यही कुप्रथा की सीख देते हैं. അതാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. ഊഞ്ചി ജാതിക്ക് പഴയ ആൾക്കാർ, ബുജുർഗ്,
ആൻസിസ്റ്റേഴ്സ് പ്രായമായവർ അവർ ഈ ജാതി വ്യവസ്ഥയുടെ വിഷം അവർ കൊണ്ടു നടക്കുന്നു എന്ന് മാത്രമല്ല അവരവരുടെ നെക്സ്റ്റ് ജനറേഷനിലായ കൊച്ചു കുട്ടികൾ കൂടെ അത് ഇഞ്ചക്റ്റ് ചെയ്ത് ആ വിഷം കുത്തിവെക്കുന്നു. भारतीय समाज में जातिगत भेदभाव के अंतर्गत छुआछूत की जो शर्मनाक प्रथा है वो दुर्भाग्यवश आज भी यदा कदा मौजूद है. बड़ी मात्रा में न सही, വലിയ എമൗണ്ടിൽ ഇല്ലെങ്കിലും ഇന്നും ഈ छुआछूत എന്ന ഒരു സംഭവം ഉണ്ട്. सबसे दर्दनाक सत्य तो यह है कि उच्च जाति अपनी अगली पीढ़ी को भी उनके जातिगत बड़प्पन सिखा समझा देती है. ഹൈ കാസ്റ്റിലുള്ളവർ തൻ്റെ മക്കൾക്ക് നമ്മൾ ഇന്ന ജാതിപ്പെട്ടതാണ്, നമ്മുടെ ഒരു ജാതിയുടെ മേൽക്കോയ്മ, അത് വേറെ ഒന്നും അവർ പഠിപ്പിച്ചില്ലെങ്കിലും ആ കാര്യം അവർ മക്കളെ പഠിപ്പിക്കും. इस प्रकार चित्रा मुदगल जी ने भारतीय समाज में व्याप्त जातिवाद की समस्या को अपनी इस छोटी सी कथा के द्वारा सफलतापूर्वक व्यक्त किया है. संदेश एकदम व्यक्त है. मानव मानव में भेदभाव की दृष्टि नहीं होनी चाहिए. അപ്പോൾ ഇത് കഹാനി കാ ഭാവ് എന്താണ്? മാനവ് और मानव में डिस्क्रिमिनेशन പാടില്ല. भेदभाव की दृष्टि नहीं होनी चाहिए. कम से कम अगली पीढ़ी तक तो जातिगत भेदभाव का विष नहीं फैलाना चाहिए. अरे आप तो गए, आपकी विचारधारा, आपकी सोच पुरानी है, गंदी है, आप उसे अगली पीढ़ी तक क्यों फैला रहे हैं? उस विष को आप क्यों फैला रहे हैं? यही डोमिनिका की कहानी का मुख्य भाव है. 34th क्वेश्चन, കമൽ और ഹരീഷ് की दोस्ती पर टिप्पणी लिखिए. കമൽ और ഹരീഷ്, നമുക്കറിയാം സലാം എന്ന സ്റ്റോറിയുടെ ഓം പ്രകാശ് വാൽമീകി എന്ന ദളിത് റൈറ്ററിൻ്റെ സ്റ്റോറി. സലാമിലെ 2 ക്യാരക്ടേഴ്സാണ് കമൽ और ഹരീഷ്. प्रसिद्ध दलित साहित्यकार ओम प्रकाश वाल्मीकि की कहानी सलाम के 2 मुख्य पात्र हैं, कमल और हरीश. दोनों एक साथ पढ़े और बड़े हुए. രണ്ടുപേരും ഒരുമിച്ച് പഠിച്ച് വളർന്നു. कमल उपाध्याय ब्राह्मण था और हरीश दलित. समाज कई तरह से उन्हें इस दोस्ती से हटने की प्रेरणा देती है. ഇവർ ചെറുതായിരുന്നപ്പം തൊട്ട് സമൂഹം ഇവരെ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നു, നിങ്ങളുടെ ഈ കൂട്ടുകെട്ട് ഒരിക്കലും ശരിയാവില്ല. कमल हरीश को बड़े प्यार से अपने घर ले आता है, लेकिन जब उसकी माँ को पता चलता है कि हरीश की जाति के बारे में, तब वह आग बबूला हो जाती है. ആഗ് ബബൂല ഹോന, അങ്ങ് ദേഷ്യം കൊണ്ട് കത്തുക, ദേഷ്യം വരിക അമ്മയ്ക്ക്. കാരണം മകൻ, ഒരു ബ്രാഹ്മണനായ തൻ്റെ മകൻ ഇങ്ങനത്തെ താന്ന ജാതിയിലെ കുട്ടികളായിട്ട് കൂട്ടുകൂടുന്നു. മാക്കെ യേ വാക്യ സുൻ കമൽ അവാക് രഹ ജാത്ത ഹെ. അമ്മയുടെ ഈ വാക്കുകൾ കേട്ട് കമൽ ഞെട്ടിപ്പോവും. എന്താണ്? പത്താ നഹി കഹാ കഹാ സെ ഇൻ കഞ്ചടോ കോ പകഡ് കർ ഘർ ലേ ആത്ത ഹെ. ഈ അലവലാദികളെല്ലാം എവിടുന്നാണ് നീ പൊക്കിക്കൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്? ഖബർദാർ, ആകെ സെ കിസി ഹറാമി കോ ദുബാര യഹാ ലായ. അങ്ങനെ ചീത്ത വിളിച്ചിട്ടാണ്, ഹറാമി എന്ന് വിളിച്ചിട്ട് ഇങ്ങനത്തുള്ള ഹറാമികളെ നിന്ന് മേലാ നീ വീട്ടിൽ കൊണ്ടുവരാൻ പാടില്ല. അതാ കുട്ടി ഇരിക്കുമ്പോഴാണ് പറയുന്നത് കേട്ടോ, ഹരീഷോട് ഇരുന്നപ്പോഴാണ് ഇത് പറഞ്ഞത്. കമൽ की माँ की दुत्कार से हरीश काफ़ी दुखी हुआ. दोनों के बाल मन में पहली बार यह विचार आया कि उनमें बहुत बड़ा फासला है. 2 കൊച്ചുകുട്ടികൾ കൂട്ടുകാരാണ്, അവർക്കറിയില്ല ഈ കാസ്റ്റ് സിസ്റ്റം ഒന്നും. പക്ഷേ അന്ന് അവർക്ക് മനസ്സിലായി ഇവർ തമ്മിലൊരു ഫാസ്ല ഉണ്ട്. ഫാസ്ല മീൻസ് ഒരു ഗ്യാപ്പ് ഉണ്ട്. ഹരീഷ് കാ പടോസി സുഗുണ ने भी उसे इसी प्रकार की राय दी थी. बेटे बामन से दोस्ती रास नहीं आएगी. അതേപോലെ ഹരീഷിൻ്റെ നെയ്ബർ, ദളിത് നെയ്ബറും ഇതേപോലെ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു ഹരീഷിൻ്റെ അടുത്തു. കമലിൻ്റെ അമ്മ കമലിനെ വിലക്കിയതുപോലെ ഹരീഷിൻ്റെ പടോസി പറഞ്ഞിരുന്നു, മോനെ ഈ ബ്രാഹ്മിൺസിൻ്റെ കൂടെ കൂട്ടുകൂടുന്നത് നമുക്കൊരിക്കലും ശരിയാവില്ല. माँ के द्वारा लाख समझाने पर भी कमल ने हरीश का साथ नहीं छोड़ा, क्योंकि वह हरीश में कोई बुराई नहीं देख पाया और न ही ഹരീഷ് കെ പരിവാർ മേ. അമ്മ പല രീതിയിൽ ശ്രമിച്ചെങ്കിലും കമൽ വളരെ അഡമൻ്റായിട്ട് നിന്നു, ഈ കൂട്ടുകെട്ട് ഞാൻ ഒരിക്കലും വിടില്ല. കാരണം കമൽ നോക്കിയപ്പോൾ ഹരീഷ് നല്ലൊരു പയ്യനാണ്, ഹരീഷിൻ്റെ കുടുംബത്തിലും ഒരു കുറ്റവും കമലിനെ കാണാൻ പറ്റിയില്ല. अतः माँ को ही हार मारना पड़ा और दोनों की दोस्ती जारी रही. ചുരുക്കം പറഞ്ഞാൽ അമ്മയ്ക്ക് തന്നെ തോക്കേണ്ടി വന്നു, രണ്ടുപേരുടെയും കൂട്ടുകെട്ട് ഇങ്ങനെ തന്നെ പോയി. दोनों कमल और हरीश की विचारधारा और सोच अलग थी, जिसके सामने समाज को झुकना पड़ा. ഹരീഷും കമലും
പുതിയ ജനറേഷനിലെ കുട്ടികളായിരുന്നു. അപ്പോൾ അവർക്ക് ഈ ജാതി വ്യവസ്ഥയിലൊന്നും വിശ്വാസമില്ലായിരുന്നു. അതുകൊണ്ട് സമൂഹത്തിന് അവരുടെ ഈ കൂട്ടുകെട്ടിൻ്റെ മുമ്പിൽ തലകുനിക്കേണ്ടി വന്നു. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 35th വൺ. രാംപാൽ की किन बातों पर कमल नाराज़ हुआ? അപ്പോൾ ഇത് സ്റ്റോറി നല്ലപോലെ അറിയുന്നവർക്കേ ഈ ഒരു എപ്പിസോഡ് അറിയത്തുള്ളൂ. रामपाल हरीश के गांव का एक दुबला पतला सा पहलवान था जो दादागिरी करता था. അപ്പോൾ ഹരീഷ് കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയുടെ ഗ്രാമത്തിലാണ് ഇവർ പോയിരിക്കുന്നത്. അപ്പോൾ അവിടെ ദുബ്ല പത്ലാസ एक पहलवान था, കണ്ടാൽ മെലിഞ്ഞിരിക്കുകയാണ്, പക്ഷേ അയാളൊരു പെഹൽവാനും ഒരു ദാദായുമായിരുന്നു. हरीश की शादी में भाग लेने के लिए कमल गांव पहुंचा था बारातियों के साथ. गांव में पिछड़ेपन के सभी लक्षण നസർ ആ രഹേ थे. അപ്പോൾ ഇവർ ടൗണിൽ താമസിക്കുമ്പം കടയിലും ഹോട്ടലിലും ഒന്നും ഇത്രയും ഡിസ്ക്രിമിനേഷൻ കമൽ കണ്ടിട്ടില്ല, ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഹരീഷ് പലപ്പോഴും പറയുമായിരുന്നു എല്ലായിടവും ജാതി വ്യവസ്ഥ, ജാതി സിസ്റ്റം. പക്ഷേ അന്നൊക്കെ കമൽ പറയായിരുന്നു, നീ അതൊന്നും ശ്രദ്ധിക്കരുത്, നീ നമ്മൾ പഠിച്ച് മുന്നേറണം, നല്ല ഇതൊന്നും വിശ്വസിക്കരുതെന്ന്. പക്ഷേ ഗ്രാമത്തിൽ വന്നപ്പോഴാണ്, ആ ഗ്രൗണ്ട് റിയാലിറ്റി കണ്ടപ്പോഴാണ് കമലിന് കാര്യങ്ങൾ മനസ്സിലായത്. ഗാവ് മേ പിछड़ेपन के सभी लक्षण നസർ ആ രഹേ थे. പിछड़ാപ്പൻ എന്ന് വെച്ചാൽ ആ ഒരു പഴയ ചിന്താഗതി എല്ലാവരുടെയും മനസ്സിൽ അത് തന്നെയായിരുന്നു. कमल को सुबह सुबह चाय पीने की आदत थी, अतः चाय की खोज में वो गांव की एक दुकान में पहुंचता है. അപ്പോൾ ഈ ബാരാത്തിൻ്റെ കൂടെയാണ്, ബാരാത്ത് അറിയാവുന്ന ചെറുക്കൻ കൂട്ടരും എല്ലാവരും കൂടെ, അവരുടെ കൂടെയാണ് കമലും വന്നിരിക്കുന്നത്. ഹരീഷിൻ്റെ കല്യാണമാണ്. അപ്പോൾ അവർക്ക് താമസിക്കാൻ ഒരു സ്കൂളിൻ്റെ വരാന്തയോ അവിടെ കണ്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗ്രാമത്തിൽ വളരെ പാവപ്പെട്ടവരുടെ ഗ്രാമമാണ്, കണ്ടീഷൻസൊക്കെ വളരെ മോശമാണ്. അപ്പോൾ അധികം സ്ഥലമൊന്നും സൗകര്യങ്ങളൊന്നുമില്ല. രാവിലെ ചായ കുടിക്കേണ്ട ഒരു ശീലം കമലിനുണ്ട്. അപ്പോൾ കമൽ രാത്രി കിടന്നപ്പോഴേ പറയും, എനിക്ക് രാവിലെ ചായ കുടിക്കുന്ന ഒരു ശീലമാണത്. അപ്പോൾ അടുത്ത് തന്നെ ഒരു ചായക്കട ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ആ ചായക്കടയിലേക്ക് കമൽ പോവാണ്. लेकिन जब दुकान वाले को पता चलता है कि कमल दलितों की बारातियों की तरफ से आया है तो वो उसे चाय देने से इनकार कर देता है. കമൽ വന്നിരിക്കുന്ന, അപ്പം ഗ്രാമത്തിലൊരു പ്രത്യേകതയുണ്ട്, ആരെങ്കിലും പുതിയ ആൾക്കാരെ കണ്ട് എല്ലാവർക്കും മനസ്സിലാവും ഇയാൾ ഇവിടുത്തെ അല്ല എന്ന്. ഉടനെ ചോദ്യം വന്നു, കമൽ എവിടെ നിന്നാണ്? അപ്പോൾ ഈ ബാരാത്തികളുടെ കൂടെയാണ് കമൽ വന്നത്. ബാരാത്ത് ആരുടെയാണ്? കല്യാണം ദളിത് പയ്യൻ്റെയാണ്. നാച്ചുറലി ദളിത്തിൻ്റെ ഒരു ബാരാത്തിയുടെ കൂടെ ദളിത്തായിരിക്കും വന്നത്. അതുകൊണ്ട് അങ്ങനെ വിചാരിച്ചു കമലിന് ചായ കൊടുക്കത്തില്ല. गाँव वालों को मालूम नहीं था कि वास्तव में कमल ब्राह्मण है, बल्कि उनको लगा कि कमल जात छिपाकर चाय मांग रहा है. കമൽ പറയും ഞാൻ ബ്രാഹ്മണനാണ്, പക്ഷേ ആരും അത് വിശ്വസിക്കത്തില്ല. അവർ വിചാരിക്കും ഇവൻ ദളിതാണ്, എന്നിട്ട് ഇവൻ ജാതി മറച്ചിട്ട് നമ്മുടെ അടുത്തുനിന്ന് ചായ ആവശ്യപ്പെടുകയാണ്. इस प्रकार जब चाय की दुकान में कमल की बेइज्जती हो रही थी तब रामपाल भी वहाँ पहुँचता है. रामपाल देखने में पतला दुबला सा था, लेकिन पूरे गांव में उसका दबदबा था. അങ്ങനെ ഈ ചായക്കാരനുമായിട്ട് തർക്കം നടക്കുമ്പോഴാണ് ഈ ക്യാരക്ടർ പ്രത്യക്ഷപ്പെടുന്നത് അവിടെ, രാംപാൽ. അയാളൊരു മെലിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു, പക്ഷേ വലിയ ഗുണ്ടാഗർദിയായിരുന്നു. रामपाल भी कमल को भला बुरा कहने लगा, गाली बकने लगा और हरीश के ससुर को भी गाली देने लगा. അപ്പോൾ രാംപാലൂടെ വന്ന് ഒരു ഗുണ്ടാഗർദി കാണിച്ചപ്പോൾ ആ ഗ്രാമത്തിലെ ആൾക്കാർക്കെല്ലാം കൂടെ ഒന്നുകൂടെ ഉഷാറായി. എല്ലാവരും ഒരുമിച്ച് കമലിനെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു പദ്ധതി ഇട്ട്. കമലിനെ രാംപാൽ വേണ്ടതും വേണ്ടാത്തതും ഒക്കെ പറയും. वो यहाँ तक कह बैठा कि जुम्मन को क्या ज़रूरत थी इतनी अच्छी लड़की को गांव से बाहर ब्याने को. ഹരീഷ് കെട്ടാൻ പോകുന്ന പെൺകുട്ടി, അതിൻ്റെ അച്ഛൻ, അതിനെപ്പറ്റി രാംപാൽ കുറ്റം പറയും, അവരെയും കുറ്റം പറയും. അയാൾക്ക് വല്ല കാര്യമുണ്ടോ ഇത്രയും നല്ലൊരു പെൺകുട്ടിയെ ഗ്രാമത്തിൻ്റെ വെളിയിൽ കെട്ടിച്ചു കൊടുക്കാൻ? अगर लड़की गांव में ही रहती तो उसके जैसों का भी कुछ भला होता. എന്ന് മാത്രമല്ല അയാൾ വളരെ വൃത്തിയായിട്ട സെൻസിലും പറയാം, പെൺകുട്ടിയെ ഇവിടെ തന്നെ കെട്ടിച്ചു വിട്ടിരുന്നെങ്കിൽ എന്നെപ്പോലെ ചില ആൾക്കാർക്കും ഒരു ഉപകാരമായിരുന്നേനെ. ഇതിപ്പോൾ എന്താണ് അയാൾ ചെയ്തത്? അയാളുടെ മകളെ അങ്ങ് ടൗണിൽ കെട്ടിച്ചു വിടുകയാണ്. അപ്പോൾ ഇത് കേട്ടപ്പം रामपाल की इन बातों को सुनकर कमल एकदम नाराज़ हुआ. उसे लगा गांव वाले अपने ही गांव की लड़कियों के बारे में कितना बुरा सोचते हैं. അപ്പോൾ കമൽ വിചാരിക്കും എന്തൊരു ഘട്ടിയ ഗാവാണ്,
തൻ്റെ ഗ്രാമത്തിലെ പെൺകുട്ടികളെ പറ്റി തന്നെ ഇവരുടെ ചിന്താഗതി എന്ത് വൃത്തികെട്ടതാണ്. कमल को पहली बार यह एहसास हुआ कि लोगों की सोच जाति को लेकर कितनी बुरी है. കമലിന് അപ്പോഴാണ് മനസ്സിലായത് ഗ്രൗണ്ട് റിയാലിറ്റി, മനുഷ്യരുടെ മനസ്സിൽ ജാതി എന്നുള്ളൊരു വിഷം എത്രമാത്രം വ്യാപിച്ചിരിക്കുകയാണെന്നുള്ളത്. नेक्स्ट क्वेश्चन इज फ्रॉम सदगति. सदगति कहानी में अभिव्यक्त निम्नवर्गीय शोषण पर टिप्पणी लिखिए. सदगतिയിൽ നിമ്നവർഗീയ ശോഷൺ, അണ്ടർ പ്രിവിലേജ്ഡ്, താന്ന ജാതിയിൽപ്പെട്ട സമൂഹത്തിലെ താഴേക്കിടയിലെ ആൾക്കാരെ എങ്ങനെയാണ് ചൂഷണം ചെയ്യപ്പെടുന്നത് അതിനെപ്പറ്റി നമ്മുടെ അഭിപ്രായം എഴുതുക. കഥാസമ്രാട്ട് പ്രേംചന്ദ് ने सामाजिक यथार्थ और चरित्रों से अपनी कहानी की दुनिया निर्मित की. കഥാസമ്രാട്ട് പ്രേംചന്ദ് എപ്പോഴും റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റോറീസ് ആയിരുന്നു എഴുതിയിരുന്നത്. उनकी कहानियाँ मनोरंजन का साधन मात्र नहीं है, बल्कि वे हमारे समाज के यथार्थ के विविध आयामों को गहराई से खोलती हुई उनके प्रति हमारी समझदारी विकसित करती है. വെറും എൻ്റർടൈൻമെൻറ്റ്, മനോരഞ്ജൻ ആയിരുന്നില്ല പ്രേംചന്ദിൻ്റെ ലക്ഷ്യം. തൻ്റെ കഥയിലൂടെ സമൂഹത്തിലെ യാഥാർത്ഥ്യത്തിനെ തുറന്നു കാട്ടുക, അതുമാത്രമല്ല നമ്മുടെ സോച്ച്, ഹമാരി സമജ്ദാരി വികസിത് കർണ, ഇതൊക്കെ കണ്ടും കേട്ടും ഈ കഥകളൊക്കെ വായിച്ചും നമ്മുടെ ചിന്താഗതി മാറണം. സവർണറുടെ ഉള്ളിൽ ഒരു കുറ്റബോധം ഉണ്ടാവണം. ഇനിമേല ഞാനിങ്ങനെ ചെയ്യില്ല എന്നുള്ളൊരു ചിന്താഗതി വരണം. उनकी कहानी सदगति इसका उत्तम उदाहरण है. वैसे प्रेमचंद जी की कथाओं में समाज के सभी वर्गों का प्रतिनिधित्व है. उनकी पात्र चयन की परिधि बहुत व्यापक है, लेकिन निम्नवर्गीय शोषण का चित्रण बड़ी मात्रा में उन्होंने अपनी कहानियों में किया है. പ്രേംചന്ദിൻ്റെ ടാലൻറ്റ് അതായിരുന്നു. പ്രേംചന്ദിൻ്റെ ഗോദാനാണ് പ്രേംചന്ദിൻ്റെ ഏറ്റവും ഫേമസ്ഡ് നോവൽ. ഗോദാനിൽ പാരലായിട്ടാണ് സ്റ്റോറീസ് പോകുന്നത്. ഗ്രാമവും അതേപോലെ ഷെഹറും, പാവപ്പെട്ടവരും അതേപോലെ മില്ലുടമകളും അവരുടെ ചിന്താഗതിയും രണ്ടും പ്രേംചന്ദ് മനസ്സിലാക്കിയിരുന്നു. അതായിരുന്നു പ്രേംചന്ദിൻ്റെ ഒരു ടാലൻറ്റ്. പക്ഷേ എന്നിരുന്നാലും നിമ്നവർഗീയ ശോഷൺ കാ ചിത്രനായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും പ്രാധാന്യം. सदगति इसका उत्तम उदाहरण है. निम्न वर्ग हमेशा शोषण का शिकार रहता आया है, चाहे आर्थिक रूप से हो या शारीरिक रूप से. ആർത്തിക് रूप यानी എക്കോണമിക്കായിട്ടായാലും സാമ്പത്തികമായിട്ടായാലും ചൂഷണം ചെയ്യപ്പെടും നിമ്നവർഗ്. താഴേക്കിടയിലെ ആൾക്കാരെ ചൂഷണം ചെയ്യാൻ എളുപ്പമാണല്ലേ, അവർക്ക് വിദ്യാഭ്യാസം കുറവാണ്, അവർ അടിമപ്പെടും പെട്ടെന്ന്. और शारीरिक रूप से भी उनका शोषण होता है. അവരെ കൊണ്ട് കുറേ ജോലി ഏൽപ്പിച്ചിട്ട് അവർക്ക് കണക്കും ഇതൊന്നും അറിയില്ല, ഒന്നും കൊടുത്തില്ലെങ്കിലും ഒന്നുമില്ല. चाहे धर्म के नाम पर हो या अंधविश्वासों के नाम पर, അത് മതപരമായാണെങ്കിലും കുറേ ചൂഷണം ചെയ്യും, അന്ധവിശ്വാസങ്ങളുടെ പേരിൽ ചൂഷണം ചെയ്യും. गरीब किसान और मजदूर अक्सर अशिक्षित होते हैं और उनकी सोच की सीमा भी उतनी ही संकुचित होती है. ഈ പാവപ്പെട്ട കർഷകനും മസ്ദൂറും എല്ലാം പൊതുവെ അശിക്ഷിതായിരിക്കും, അവർക്കൊരു വിദ്യാഭ്യാസം കാണില്ല. ഉൻകി സോച്ച് കി സീമ ഭി സങ്കുചിത് ഹോത്തി ഹൈ, അവരുടെ ചിന്താഗതിയൊക്കെ വളരെ ഇടുങ്ങിയതായിരിക്കും. വേ ജാതി വ്യവസ്ഥ के कुछ चक्करों में पिसते जाते हैं, लेकिन अपना हक वे जानते नहीं, और अगर जानते भी हैं तो उसके लिए आवाज़ उठाना नहीं जानते. അവർക്ക് അവരുടെ ഹക്ക്, അവരുടെ അവകാശങ്ങൾ എന്താണെന്ന് പോലും അറിയില്ല. ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ നടന്നാൽ അതുപോലും അവർക്കറിയില്ല. അപ്പോൾ അവകാശങ്ങൾ എന്താണെന്ന് അറിയാത്തതുകൊണ്ട് അതിനെപ്പറ്റി ചോദ്യം ചെയ്യാനും അവർക്ക് അറിയില്ല. अतः इसका भरपूर फ़ायदा ज़मींदार और ब्राह्मण पंडित उठाते गए. भारतीय सामाजिक व्यवस्था यूँ है कि एक बार एक खास जाति में जन्म ले लिया तो पीढ़ी दर पीढ़ी उससे छुटकारा नहीं मिलेगा. നമ്മുടെ കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരിക്കൽ ഒരു കാസ്റ്റിൽ ജന്മം എടുത്താൽ പിന്നെ ലൈഫ് ലോങ് നമ്മുടെ അടുത്ത ജനറേഷനും എല്ലാം ഈ കാസ്റ്റിൽ പെടുന്നവരായിരിക്കും. प्रेमचंद जी की रचनाओं का मूल स्वर समाज सुधार रहा. अपनी कहानियों के द्वारा वे निम्नवर्गीय शोषण को समाप्त करना चाहते थे. തൻ്റെ കഥകളിലൂടെ ഈ ചൂഷണത്തിന് ഒരു പരിധിവരെയെങ്കിലും അറുതി വരുത്താനുള്ള ഒരു ശ്രമമായിരുന്നു പ്രേംചന്ദ് ചെയ്തിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജയശങ്കർ പ്രസാദ് കാ സാഹിത്യക് പരിചയ് ദീജിയെ. ഇതൊരു വേറിട്ടൊരു ചോദ്യമാണ്, ഓദറിനെ ബേസ് ചെയ്ത് മാത്രം. ഓദറിൻ്റെ സാഹിത്യക് പരിചയം. മേ ബി യു ക്യാൻ എക്സ്പെക്റ്റ് വൺ ക്വസ്റ്റ്യൻ ലൈക്ക് ദിസ്. പ്രേംചന്ദിൻ്റെ സാഹിത്യക് പരിചയമാകാം, ചിത്ര മുദ്ഗുലിൻ്റെ ആകാം.
ഗ്യാൻരഞ്ജൻ്റെ ആകാം, കുമാർ അംബുജിൻ്റെ ആകാം. അപ്പോൾ അങ്ങനെ ഒരു സാഹിത്യിക് പരിചയമാണ് ചോദിച്ചിരിക്കുന്നത്. जयशंकर प्रसाद बहुमुखी प्रतिभा संपन्न साहित्यकार थे. बहुमुखी मीन्स मल्टी टैलेंटेड. കവിത, കഹാനി, നാടക്, ഉപന്യാസ്, നിബന്ധ് ഈ എല്ലാ മേഖലകളിലും അദ്ദേഹം വളരെ മനോഹരമായിട്ട് തിളങ്ങിയൊരു വ്യക്തിയാണ്. ഇൻ സഭി വിധാവുമേ ഈ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ലിറ്ററേച്ചറിൽ അദ്ദേഹം വളരെ സക്സസ്ഫുള്ളായിട്ട് എഴുതിയിട്ടുണ്ട്. വേ മൂലतः कवि हृदय वाले भावुक लेखक थे. उनकी कहानियों में अतीत का गौरव, भावुकता, संस्कृति प्रेम, काव्यात्मक ഭാഷ ആദി देखने को मिलती है. അദ്ദേഹത്തിൻ്റെ കഥകളിൽ അതീത് കാ ഗൗരവ് എന്ന് വെച്ചാൽ നമ്മുടെ പാസ്റ്റ്, നമ്മുടെ ബ്രിട്ടീഷുകാർ നമ്മളെ ചൂഷണം ചെയ്യാൻ തുടങ്ങിയതിന് മുമ്പുള്ള നമ്മുടെ ഒരു മാഹാത്മ്യം ഭാരതത്തിൻ്റെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിളിച്ചോതുന്ന കഥകളായിരുന്നു. വേ കാഫി ഭാവുക് ഥേ, ഇമോഷണലായിട്ടുള്ള. സംസ്കൃതി പ്രേം, തൻ്റെ കൾച്ചറിനെ പറ്റി വളരെ ബോധവാനും ഇന്ത്യൻ കൾച്ചറിനെ ഹൈലൈറ്റ് ചെയ്യുന്ന കഥകളായിരുന്നു. കാവ്യാത്മക് ഭാഷ കാ പ്രയോഗ് ദേഖനെ കോ മിൽത്താ ഹൈ, വളരെ പൊയറ്റിക് ആയിട്ടുള്ള ലാംഗ്വേജ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാഷ വളരെ കാവ്യാത്മകമായിരുന്നു. ബേസിക്കലി ഹി വാസ് എ പോയറ്റ്. പൊയറ്റിക് ഒരു എഫക്റ്റാണ് അദ്ദേഹത്തിൻ്റെ കഥകളിലും കാണാൻ പറ്റുന്നത്. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ശരണാഗത് സ്റ്റോറി തുടങ്ങുന്നത് തന്നെ. പ്രഭാത്കാലീൻ സൂര്യ की किरणें अभी पूर्व के आकाश में नहीं दिखाई पड़ती हैं. ताराओं का क्षीण प्रकाश अभी अंबर में विद्यमान है. यमुना के तट पर 2-3 रमणियाँ खड़ी हैं. ഇങ്ങനെ വളരെ പോയറ്റിക്കും നാടകീയമായിട്ട് ഹി വാസ് എ പ്ലേ റൈറ്റ് ആസ് വെൽ ആസ് എ പോയറ്റ്. ആ ഒരു പ്രഭാവം അദ്ദേഹത്തിൻ്റെ കഥകളിലും കാണാൻ പറ്റും. നേരെ മറിച്ച് പ്രേംചന്ദ് ഡയറക്റ്റ് വിഷയത്തിലേക്കാണ് വരുന്നത്. दुखी चमार द्वार पर झाड़ू लगा रहा था. उसकी पत्नी झुरिया घर को गोबर से लीप रही थी. दोनों अपने अपने काम से फुर्सत पा चुके तो चमारिन ने कहा, तो जाके पंडित बाबा से कह आओ ना, ऐसा ना हो कहीं चले जाएं. അങ്ങനെ ഈ ഡയറക്റ്റ് വിഷയത്തിലേക്ക് വരുന്നു. പ്രസാദിൻ്റെ മിക്ക സ്റ്റോറീസും ഇതേപോലൊരു പോയിറ്റിക് ടച്ചാണ്. उनकी कहानियाँ मुख्यतः भाव प्रधान है, जिनमें प्रेम, करुणा, त्याग एवं बलिदान का संदेश निहित है. कवि नाटककार होने के नाते उनकी कहानियों की संरचना और भाषा शैली में काव्यात्मकता और नाटकीयता की विशेष भूमिका दिखाई पड़ती है. ഒരു പോയറ്റും ഒരു പ്ലേ റൈറ്റും ആയത് കാരണം ഈ ഒരു അദ്ദേഹത്തിൻ്റെ കഥകളിലും അതിൻ്റെ സ്റ്റൈലിലും ലാംഗ്വേജിലും എല്ലാം ഒരു കാവ്യാത്മകത കാണാം. ജയശങ്കർ പ്രസാദ് ജി കാ കാമായിനി ഹിന്ദി കാവ്യ ജഗത്തിനെ വിശിഷ്ട സ്ഥാൻ രക്തി ഹെ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും മാസ്റ്റർ പീസാണ് കാമായിനി എന്ന കാവ്യം. കാമായിനി അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസാണ്, അത് ഓർത്തിരിക്കണം. ചന്ദ്രഗുപ്ത്, സ്കന്ദഗുപ്ത്, അജാതശത്രു ജैसे പ്രസിദ്ധ നാടകോं की रचना भी उन्होंने की है. ഈ നാടകങ്ങളെല്ലാം ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. ചന്ദ്രഗുപ്ത്, സ്കന്ദഗുപ്ത്. അപ്പം തൻ്റെ രാജ്യത്തിൻ്റെ ഹിസ്റ്ററിയെ ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അദ്ദേഹം ഒരുപാട് നാടകത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇന്ത്യൻ കൾച്ചറിനെ ഹൈലൈറ്റ് ചെയ്യുന്ന കഥകളിൽ കൂടുതലും കാവ്യാത്മക ഭാഷയായിരുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് ജയശങ്കർ പ്രസാദിൻ്റെ സാഹിത്യിക് പരിചയത്തിൽ ഇൻക്ലൂഡ് ചെയ്യാം. സോ ഫൈനലി വി ഹാവ് റീച്ച് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 38th one. ഹരീഷ് കാ സസുർ ജുമ്മൻ പരേഷാൻ ക്യോं था. ജുമ്മൻ ഹരീഷ് വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ അച്ഛൻ. सलाम कहानी का एक पात्र है जुम्मन. वे ऋषिकेश में सरकारी कर्मचारी थे. वह अपनी बेटियों को पढ़ने भेजता है तथा उनके भविष्य की भलाई की सोचता है. അയാൾ ഒരു ചെറിയ ഗവൺമെൻറ് ജോബ് ഉള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെ അയാളുടെ ചിന്താഗതി അല്പം മുന്നോട്ടായിരുന്നു. അയാളുടെ പെൺമക്കളെയും പഠിക്കാൻ അയച്ചു. उसकी बेटियां पढ़ लिख कर गाँव की अन्य लड़कियों से अलग दिखती. അതുകൊണ്ട് വിദ്യാഭ്യാസം നേടി കഴിഞ്ഞുകൊണ്ട് തന്നെ അയാളുടെ പെൺമക്കൾ ഗ്രാമത്തിലെ മറ്റ് വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത പെൺകുട്ടികളെക്കാളും കുറച്ചുകൂടെ ഒരു റിഫൈൻഡ് ആയിട്ടാണ് കാണപ്പെട്ടത്. അച്ഛാ പരിവേഷ് പാക്കർ ഉന്മേ ബദ്ലാവ് ആ ഗയാ ഥാ. അയാളുടെ ഓഫീസിനടുത്തുള്ള താമസ സ്ഥലത്താണ് പെൺമക്കളെ പഠിപ്പിച്ചത്. അപ്പോൾ പുതിയ സ്ഥലത്ത് ഗ്രാമത്തിൽ നിന്ന് മാറി ആറ്റിറ്റ്യൂഡൊക്കെ പെൺകുട്ടികളുടെ അല്പം ഡിഫറെൻ്റ് ആയിരുന്നു. लेकिन नई सोच रखने वाला जुम्मन भी अपनी बेटी की शादी के बाद उन्हें സലാം के लिए जाने के लिए ഉക്സാത്ത है. ഇത്രയൊക്കെ ആണെങ്കിലും പെൺകുട്ടിയെ പഠിപ്പിച്ചെങ്കിലും വിവാഹം ഗ്രാമത്തിലാണ് നടന്നത്. വിവാഹത്തിന് ശേഷം തൻ്റെ മകളും മരുമോനും സലാം എന്ന ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് ജുമ്മന്
ആഗ്രഹമായിരുന്നു. കാരണം ജിസ് ഗാവ് മേ ജുമ്മൻ രഹത്താ था വഹാ ബഡി മാത്രാ മേ റാംഗഡ് ഭി രഹത്തെ थे. അയാൾ എവിടെയായിരുന്നു താമസിച്ചിരുന്ന ആ ഗ്രാമത്തിൽ റാംഗഡ് കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ വളരെ കൂടുതലായിരുന്നു, ഹൈ കാസ്റ്റ് ആയിരുന്നു. ജബ് से यह खबर फैली कि जुम्मन का दामाद हरीश सलाम के लिए जाने से इनकार कर रहा है, तब से हलचल मच गई. അപ്പോൾ ഗ്രാമത്തിൽ ഈ വാർത്ത തീ പോലെ പടർന്നു. എന്താണ്? ജുമ്മൻ്റെ മകളെ വിവാഹം കഴിക്കുന്ന പയ്യനുണ്ടല്ലോ ഹരീഷ്, ടൗണിൽ നിന്ന് വന്ന വലിയ ജാടക്കാരനാണ്. അവന് സലാം ചെയ്യാൻ വരില്ല പോലും നമ്മുടെ വീടുകളിൽ. അപ്പോൾ അതൊരു വലിയ ചർച്ചാ വിഷയമായി. ബല്ലു റാംഗഡ് ജുമ്മൻ കെ ഘർ ആ പहुंचा और धमकियाँ देने लगा. ധംകിയാ ദേന, പേടിപ്പിക്കുക. നീ നിൻ്റെ മരുമകൻ സലാം ചെയ്യാൻ വന്നില്ലെങ്കിൽ, നമ്മുടെ ഇവിടുത്തെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ കീഴ്വഴക്കങ്ങൾ ഒക്കെ പാലിച്ചില്ലെങ്കിൽ നോക്കിക്കോ, നിന്നെ ശരിയാക്കും. जुम्मन अच्छी तरह जानता था कि गांव के रांगड़ों को असंतुष्ट कर वो वहाँ चैन से नहीं रह पाएगा. അപ്പോൾ ജുമ്മന് നല്ലപോലെ അറിയായിരുന്നു ഈ റാങ്കഡ്മാരെ വെറുപ്പിച്ചിട്ട് അയാൾക്കിവിടെ ജീവിക്കാൻ ഒക്കത്തില്ല. ഷാദി കെ ഖുഷിയോ ഭരെ മാഹോൽ മേ ഭയ കാ ആതങ്ക് ഫേൽ ജായേഗ. ഇങ്ങനെ സലാം ചെയ്യാൻ പോയില്ലെങ്കിൽ എല്ലാവരും കളിച്ചും ചിരിച്ചൊരു വിവാഹത്തിന് പങ്കെടുക്കുന്ന ഈ അന്തരീക്ഷം ആകെ അങ്ങ് മാറി ഭീതിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമായി മാറും. അത് ജുമ്മൻ അറിയായിരുന്നു. ഗാँव की रीत जुम्मन अच्छी तरह जानता था, अतः वह काफ़ी परेशान था. एक तरफ हरीश और उसके पिता सलाम के लिए जाने से इनकार करते हैं, दूसरी तरफ गाँव वालों की धमकियाँ. അപ്പോൾ അയാളൊരു ആകെ കൺഫ്യൂഷനിൽ പെട്ടിരിക്കുന്നതായിരുന്നു ജുമ്മൻ. അതുകൊണ്ടായിരുന്നു അയാൾ പരേഷാനായത്. അയാളെന്താ പരേഷാൻ? ഒരു വശത്ത് അയാളുടെ മരുമകൻ സലാം ചെയ്യാൻ പോയില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നു, മറുവശത്ത് ഗ്രാമവാസികൾ ഒന്നടക്കം അയാളെ കുറ്റപ്പെടുത്തുന്നു, അയാളെ അറ്റാക്ക് ചെയ്യുന്നു, അയാളെ വീട്ടിൽ വന്ന് ചീത്ത വിളിക്കുന്നു. കാരണം സലാം എന്ന കീഴ്വഴക്കം നിൻ്റെ മരുമകൻ പാലിച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഹരീഷ് കാ സസുർ ജുമ്മൻ പരേഷാൻ ഥ. സോ ഫൈനലി ഒരു അപ്ലോഡിങ് കൂടെ ആകുമ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ കഹാനി സരോവറിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിയും. അടുത്ത അപ്ലോഡിങ്ങിൽ നമുക്ക് കഹാനി സരോവറിലെ എസ്സേസ് നോക്കാം. അടുത്ത അപ്ലോഡിങ്ങിൽ നമുക്ക് കഹാനി സരോവറിലെ എസ്സേസ് നോക്കാം. ടിൽ ദെൻ ബൈ.